തിരുവനന്തപുരം ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ ആനക്കൂട്ടിൽ നാശത്തിന്റെ വക്കിലെത്തുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ണടയ്ക്കുകയാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ആനക്കൂട്ടിൽ കോൺക്രീറ്റ് പാളികളും മേൽക്കൂരയിലെ ഊടുകളും അടർന്നു വീഴുന്ന അവസ്ഥയിലാണ്. നിത്യേന നൂറുകണക്കിന് ഭക്തരും ജീവനക്കാരും എത്തുന്ന സ്ഥലത്ത് അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ഷേത്രത്തോടുള്ള ഒരു അവഗണന, ഭക്തരോടുള്ള അവഗണന, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരുക തന്നെയാണല്ലേ? കാരണം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അല്ലേ? ഗുഡ് മോർണിംഗ് KP ആര്യശ്രീ. ഇത് ശംഖുമുഖം ദേവീ ക്ഷേത്രമാണ്. ശംഖുമുഖത്ത് തന്നെ ഈ എയർപോർട്ടിനോട് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ശംഖുമുഖം ദേവീ ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മേൽക്കൂരകളാണ്. ഈ ആനക്കൊട്ടിലിൻ്റെ മേൽക്കൂരകളാണ്. അത് ഇളകി കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം. അതായത് മേൽക്കൂരകളിൽ നിന്നും ഓടുകളും മറ്റ് പാളികളുമൊക്കെ ഇളകി വീഴുന്നത് കൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു തുണി വലിച്ച് കെട്ടിയിരിക്കുന്നൊരു നിലയിലാണിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നിരവധി ഭക്തർ രാവിലെയും വൈകുന്നേരവുമായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന ഭക്തരെത്തുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടാവസ്ഥ നിലനിൽക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. കാരണം ആരുടെയെങ്കിലുമൊക്കെ തലയിലോ ഓടുകൾ കഷ്ണങ്ങൾ ഇറങ്ങി തലയിൽ വീഴാനും അതോടൊപ്പം തന്നെ ഇത്തരം നിലയിലേക്കൊക്കെ എത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ അതിൽ ദേവസ്വം ബോർഡ് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു, ബുദ്ധിമുട്ടിലായിരിക്കുന്നു. നമുക്കറിയാം, ഇത്തരത്തിൽ 100 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ആനക്കൊട്ടിലിന്. അങ്ങനെ ഒരു ആനക്കൊട്ടിലിൻ്റെ നവീകരണമോ അല്ലെങ്കിൽ ഒരു പുനഃനവീകരണമോ ഒന്നും ഇതിനിടയിൽ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താതെ വന്നതോടുകൂടിയാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോടൊപ്പം മുൻ ഭരണസമിതി അംഗവും ഉപദേശക സമിതി അംഗവും അതോടൊപ്പം തന്നെ ഈ ഇവിടെ ചേരുന്നുണ്ട്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ? ബുദ്ധിമുട്ട് വെച്ചാൽ ഈ ഓട് കഷ്ണമാണ്. ആളുകളൊക്കെ വന്ന് ഭക്തരൊക്കെ വരുമ്പോൾ ഇളകി വീണ് കഴിഞ്ഞാൽ അത് വലിയ അവസ്ഥയിലേക്ക് എത്തും. വലിയ അപകടാവസ്ഥയാണ്. വെളുത്തുവാവിനൊക്കെ ഒരുപാട് ജനം വരും, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അത് ഏതെങ്കിലും വെളുത്തുവാവിൻ്റെ അന്ന് വന്നാൽ അത് അറിയാനൊക്കും. അപ്പോൾ അത്രയും ജനങ്ങൾ വരുന്ന സ്ഥലത്ത് ഇത് തലയിൽ വന്ന് വീണാൽ അതിൻ്റെ ഗതികേട് ഒന്ന് ആലോചിക്കണം. ഇപ്പം തന്നെ ഈ തുണിയുടെ പച്ചയിൽ നിൽക്കുകയാണ്. അത് എത്ര കണ്ട് താങ്ങുമെന്ന് അറിയാൻ വയ്യ, എനിക്കില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് നിവേദനങ്ങളൊക്കെ കൊടുത്തു. അവർ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഈ വാവിന് മുമ്പ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ വന്ന് തുടങ്ങിയില്ല. കർക്കിടക വാവ് വരുവാണ്. ബലിതർപ്പണത്തിലൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ എത്തുന്നതാണ്. ഭക്തരിഷ്ടം പോലെ എത്തുമല്ലേ? ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. ഇത്രയും നാളായിട്ട് കാറ്റടിക്ക് ഓടൊന്നും പറന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ ന്യായം എന്ന് പറഞ്ഞാൽ ഓടിട്ടാൽ അത് പറന്നു പോകുമെന്നാണ്. അത് എവിടുത്തെ ന്യായമെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും നാൾ നിന്നില്ലേ, ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് അറിവായ കാലം മുതൽ ഇതിവിടെ ഉണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. പക്ഷേ 500 വർഷത്തെ പഴക്കമുണ്ട് അമ്പലത്തിന് തന്നെ ഒരുപാട് പഴക്കം. പിന്നെ ഇതിപ്പോൾ ഈ ഓട് പോയി മെയിൻ്റനൻസിന് കൊടുത്തപ്പോൾ 5.5 ലക്ഷം രൂപയാണ് അവർ അലോട്ട് ചെയ്തത്. അപ്പോൾ ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന പാർട്ടി പറഞ്ഞാൽ 5.5 ലക്ഷം രൂപ പോരാ, ഇവിടുത്തെ കമ്മിറ്റിക്കാർ 1.5 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5.5 ലക്ഷം രൂപ ഉപദേശ സമിതിക്ക് വേണ്ട. ഇവിടെ ഓഫീസുണ്ട്, ഓഫീസുകാർക്ക് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 5.5 ലക്ഷത്തിനകത്ത് നിന്ന് ഞങ്ങളിതിൽ ഫുൾ പാർക്കും ചെയ്ത് കൊടുക്കാം. നിലവിൽ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഓട് പൊട്ടിപ്പോയതാണ് പ്രശ്നം. പട്ടിക പോയിട്ടുണ്ട്. അപ്പം മേൽക്കൂര ഉണ്ടല്ലോ, ആ ഭാഗം വരുന്ന പട്ടികയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് 5.5 ലക്ഷം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ അലോട്ട് ചെയ്ത 5.5 ലക്ഷം പോലെ എക്സസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചിട്ട്, ഞങ്ങൾ കമ്മിറ്റിക്കാരാണ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിച്ചിട്ട് 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓടും പട്ടിക മാറ്റുന്നതിന് 5 ലക്ഷം രൂപ ആകുമോ? അപ്പോൾ ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ ചെറിയൊരു ഇതുണ്ട്, പോറ്റി താമസിക്കുന്ന പോലെ, അതും കൂടെ ചെയ്തു എന്തായാലും 5.5 ലക്ഷം രൂപ ആകുന്നത്. രണ്ടും കൂടെ ചെയ്താലും 5.5 ലക്ഷം രൂപ. ഈ 5.5 ലക്ഷം രൂപയ്ക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് ഉപദേശക സമിതിക്കാർ, ദേവസ്വം SGO ഉണ്ട്, SGOയുടെ കീഴിൽ നിന്ന് നമ്മളിതെല്ലാം ചെയ്ത് തീർത്തു കൊടുക്കുക. ഈ പൈസ അദ്ദേഹത്തിന് അലോട്ട് ചെയ്താൽ മതി, നമ്മുടെ കമ്മിറ്റിക്കാർക്ക് കയറണ്ട. ദേവസ്വം ബോർഡ് എന്താ പറയുന്നത് അതിൽ? ദേവസ്വം ബോർഡ് ഒരു ഈ പറഞ്ഞതുപോലെ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസം ഇപ്പം ഈ കർക്കിടക ഈ വ്യവസ്ഥ നിങ്ങൾ മുന്നോട്ട് വെച്ചപ്പം ഉപദേശക സമിതി ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നില്ല. എന്താ പറയുന്നത്? അവരത് സമ്മതിക്കില്ല. അവർ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 5 ലക്ഷം രൂപയുടെ ആവശ്യമില്ല. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് ഇനി കൊടുക്കാൻ പറ്റില്ല. ഈ 5 ലക്ഷം രൂപയുടെ ആവശ്യമില്ല.
ഈ പണി ഇത്രയും ചെയ്യുന്നത്. ഈ പണിയും അവിടുത്തെ പണിയും ചെയ്യുന്നതിന് 5 ലക്ഷം രൂപ ആവശ്യമില്ല. ഈ അവസ്ഥ അവരെ കണ്ടോ, നേരിട്ട് കണ്ടോ ആരെങ്കിലും? ഇതെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പം ഇത് കുറേ കൂടെ താഴ്ന്നു. ഇത് കംപ്ലീറ്റ് പ്രാവും മറ്റും അവർ വിളിച്ച് പറഞ്ഞു. വേറെ ഒരുപാട് എല്ലാം കാഷ്ടമാണ്, പ്രാവിൻ്റെ കാഷ്ടമാണ് ഈ കിടക്കുന്നത്. വിളിച്ച് പറഞ്ഞ് ഇത് വേണ്ടത് ചെയ്യണമെന്ന്. ഇതുവരെ അതിനൊരു നടപടി. ഈ മഴ സമയത്താകുമ്പോൾ ഈ പ്രാവിൻ്റെ കാഷ്ടമെല്ലാം ഡ്രോപ്പായിട്ട് തുള്ളിയിട്ട് ഈ ഭക്തജനങ്ങളുടെ തലയിലാണ് വീഴുന്നത്. അതായത് പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവർ പറഞ്ഞായിരുന്നു. ഈ ഉപദേശക സമിതിയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളെല്ലാം ദേവസ്വം ബോർഡിനെ പരാതി അറിയിക്കുന്നുണ്ട്. അതായത് കാലങ്ങളിൽ അറിയിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുമ്പോഴും പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് ഓട് അടർന്ന് വീണ് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ പരാതികൾ പറഞ്ഞെങ്കിൽ പോലും അതിനെ ദേവസ്വം ബോർഡ് കൂട്ടാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉപദേശപതി സമിതി അംഗങ്ങളടക്കം പറയുന്നത്. കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ഭക്തരുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയിപ്പം വരാൻ പോകുന്ന കർക്കിടഭാഗമാണ്. കർക്കിടഭാഗം ബലിതർപ്പണത്തിനായിട്ട് ശംഖുമുഖത്തേക്ക് ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ആ എത്തുന്ന ഭക്തരെല്ലാം ഇവിടേക്ക് എത്തും, ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ദർശനം നടത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലെ ഓട് കഷ്ണമോ മറ്റോ ഈ ഇളകി കിടക്കുന്ന പാളികൾ വീണ് കഴിഞ്ഞാൽ അതും വലിയ രീതിയിൽ ഭക്തരുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന നിലയിലേക്ക് എത്തും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, ദർശനത്തിന് എത്തുന്നവരൊക്കെ വലിയ ഭീതിയോടുകൂടിയൊക്കെ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ നടപ്പന്തൽ ഈ ആനക്കുട്ടിലിന് മുന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവർ പറയുന്നുണ്ട്, ദേവസ്വം ബോർഡിന് മുന്നിൽ പരാതി വെക്കുന്നുണ്ട്. അങ്ങനെ പരാതികൾ വെക്കുമ്പോൾ പോലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്. ഇത്തരത്തിൽ വലിയ ഉദാസീനത ദേവസ്വം ബോർഡ് കാണിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ആത്യന്തികമായിട്ട് ഭക്തരുടെ ഒരു സുരക്ഷ കൂടി ഉറപ്പാക്കണം. ഇത്രയും ഭക്തരൊക്കെ എത്തുമ്പോൾ അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കൂടി ദേവസ്വം ബോർഡിനുണ്ട്. ആ ദേവസ്വം ബോർഡാണ് ഇത്തരത്തിൽ ഉദാസീനത കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ 5.5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറയുന്നു, ഈ കരാറുകാരൻ നൽകിയെന്ന് പറയുന്നു. എന്നാൽ കരാറുകാരൻ അത് 5.5 ലക്ഷം മതിയാവില്ല, തുടർന്ന് ഇനിയും 1 ലക്ഷത്തിന് അധികം വേണമെന്നാവശ്യപ്പെടുന്നു. അപ്പോഴും ഉപദേശക സമിതി പറയുന്നു, എന്നാൽ ഈ 5.5 ലക്ഷത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച് തരാം എന്ന് പറയുന്നു. അതിന് അവരുടെ ഉപദേശക സമിതിക്ക് പൈസ വേണ്ട, അത് ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡ് അധികൃതർ ചിലവാക്കിയാൽ മതി. പക്ഷേ അതിനുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താമെന്ന് പറയുമ്പോഴും അതും ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല. കടുത്ത അവഗണന ക്ഷേത്രത്തോട് കാണിക്കുന്നു. ഈ ഇത്തരത്തിൽ മേൽക്കൂര പൊളിഞ്ഞു കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കുന്നു. നമുക്കറിയാം, പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ വലിയ ദുരവസ്ഥയിലായിരുന്നു ഇതിൻ്റെ ചുറ്റുമുതൽ അടക്കം നടന്നത്. പിന്നീടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിനെ ഈ ഒരു വൃത്തിയിലേക്കൊക്കെ എത്തുന്നത് UDS ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, വലിയ അവഗണന ഈ ക്ഷേത്രം നേരിട്ടതാണെന്നും അതിനുശേഷമാണ് ഈ ചുറ്റുമതിൽ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ UDS ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ചുറ്റുമതിൽ നിർമ്മിക്കുകയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ക്ഷേത്രത്തിന് ഒരു വലിയ നവീകരണങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായി തുടർന്ന് ഈ വലിയ രീതിയിൽ ആളുകൾ ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിട്ടുണ്ട് നിലവിൽ ഒരു പ്രതിദിനം 300-ലധികം ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന ദേവസ്വം ബോർഡിന് ഒരു വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു തലസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശംഖുമുഖം ഭഗവതി ക്ഷേത്രം, ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് വലിയ പൈതൃകം അവകാശപ്പെടുന്ന വലിയ പൈതൃകമുള്ള ക്ഷേത്രമാണ്. ഭഗവാന്റെ നീരാട്ടടക്കം ഇവിടെയാണ് നടക്കുന്നത്. ആ നീരാട്ടിന് വരുമ്പോൾ, പത്മനാഭസ്വാമിയുടെ നീരാട്ടിന് വരുമ്പോൾ, ആ നീരാട്ട് നടക്കുന്ന ആറാട്ട് സ്ഥലത്തിൻ്റെ അടുത്തോട് ചേർന്ന മാറാട്ട് മണ്ഡപത്തോടൊക്കെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന, ആറാട്ട് കടവിനോടൊക്കെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ പൈതൃകത്തെപ്പറ്റി പറയുകയാണെങ്കിലും വലിയ പൈതൃകമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്, ശംഖുമുഖ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ക്ഷേത്രം ഇത്തരത്തിൽ അവഗണനയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ മേൽക്കൂരകളെല്ലാം ആനക്കൊട്ടിലിൻ്റെ അടക്കം പ്രജിത്ത് പറഞ്ഞതുപോലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് പോലെ തന്നെയാണ് കടുത്ത അവഗണനയാണ് ഈ ഒരു ക്ഷേത്രത്തോട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. കാരണം ഭക്തരും ഇതിൻ്റെ ഭാരവാഹികളും നിരന്തരം പരാതി നൽകിയിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെയും ഇല്ലേ ഇവിടെയൊക്കെ അടർന്ന് വീഴുമോ എന്നുള്ള ഒരു ആശങ്ക, ആ ഒരു പേടിയോടെ തന്നെയാണ് ഭക്തരും ഈ ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരൊക്കെ അവിടെ നിൽക്കുന്നത്.